എറണാകുളം പൂർണ്ണത്രയീശ ക്ഷേത്ര വൃശ്ചികോത്സവത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളിൽ വീഴ്ച വരുത്തിയെന്ന ഭക്തർ. 17 ആനപ്പുറത്ത് എഴുന്നള്ളിപ്പ് പേരിന് മാത്രമായി. കോടതി നിർദ്ദേശങ്ങൾ പാലിച്ചായിരുന്നു ആന എഴുന്നള്ളിപ്പ്. നൂറ്റാണ്ടുകളായുള്ള ഉത്സവ രീതിയിലും മാറ്റം വരുത്തിയെന്നും ആക്ഷേപമുണ്ട്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, ആചാരങ്ങളിൽ വലിയ മാറ്റങ്ങൾ, അത് ഗുരുവായൂരായാലും ഏത് ക്ഷേത്രത്തിലായാലും ഇത്തരത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ഇപ്പോൾ എറണാകുളം പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലാണ് വൃശ്ചികോത്സവത്തിൻ്റെ ഭാഗമായി ആചാരാനുഷ്ഠാനങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നു. അത് ഭക്തരുടെ വലിയ എതിർപ്പിനും കാരണമാകുന്നു. കൂടുതൽ വിവരങ്ങൾ രേഷ്മ. എറണാകുളം തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവത്തിന് ഇന്ന് വൈകുന്നേരമാണ് കൊടിയേറ്റ്. രാവിലെ ആന എഴുന്നള്ളിപ്പ് അടക്കം ഉണ്ടായിരുന്നു. ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശാനുസരണം ആയിരുന്നു ആന എഴുന്നള്ളിപ്പ് നടത്തിയത്. പക്ഷേ ഈ ഒരു കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചത് പ്രകാരം ആചാരാനുഷ്ഠാനങ്ങളിൽ വീഴ്ച വന്നു എന്നാണ് ഭക്തർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അതായത് ആനക്കൊട്ടിലാണ് ആന എഴുന്നള്ളിപ്പ്, അതായത് 15 ആനപ്പുറത്ത് എഴുന്നള്ളിപ്പ്. അതാണ് പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ നൂറ്റാണ്ടുകളായിട്ടുള്ള ആചാരം എന്ന് പറയുന്നത്. പക്ഷേ ഈ കോടതിയുടെ മാർഗനിർദ്ദേശം എന്ന് പറയുന്നത് 2 ആനകൾ തമ്മിൽ 3 മീറ്റർ അകലം വേണമെന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ മാത്രമേ ആന എഴുന്നള്ളത്തിന് അനുമതി കൊടുക്കാവൂ എന്നുള്ളതായിരുന്നു ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ഇത് പ്രകാരമാണ് ഇന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ആനകളെ ആനക്കൊട്ടിലിന് പുറത്ത് ആ സ്ഥലം ഉള്ളെടുത്ത് നിശ്ചിത അകലത്തിൽ 3 മീറ്റർ അകലത്തിൽ നിർത്തിക്കൊണ്ട് എഴുന്നള്ളത്ത് നടത്തി. പക്ഷേ ഈ നൂറ്റാണ്ടുകളായിട്ടുള്ള ഒരു ആചാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അനുഷ്ഠാനം എന്ന് പറയുന്നത്, ആനക്കൊട്ടിലിൽ ആനകളെ നിശ്ചിത രീതിയിൽ നിർത്തിക്കൊണ്ട്, ഒരേ വരിയിൽ നിർത്തിക്കൊണ്ട് എഴുന്നള്ളത്ത് ചമയങ്ങൾ അടക്കം അണിഞ്ഞുകൊണ്ട് എഴുന്നള്ളത്ത് നടത്തുക എന്നുള്ളതാണ്. പക്ഷെ അത് ഇന്ന് നടന്നില്ല എന്നുള്ളതാണ് വീഴ്ചയായിട്ട് ഭക്തർ ആരോപിക്കുന്നത്. പ്രധാനമായിട്ടും ഈ മേളം, പഞ്ചാരി മേളം ഒക്കെ ഉണ്ട്. അത് ആനയും തമ്മിൽ ഒരു നിശ്ചിത അകലം പാലിക്കേണ്ടി വന്നു. ഒപ്പം തന്നെ കൃത്യമായിട്ട് നൂറ്റാണ്ടുകളായിട്ട് നടന്നു വന്നിരുന്ന രീതിയിലുള്ള ഉത്സവം അത് നടന്നില്ല എന്നുള്ളതാണ് ആക്ഷേപമായിട്ട് ഭക്തർ ഉന്നയിക്കുന്നത്. രാവിലെ ഈ വനവകുപ്പ് ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഒക്കെ എത്തിയാണ് ആന എഴുന്നള്ളത്തിനുള്ള സ്ഥലം നിശ്ചയിച്ചത്. ആനക്കൊട്ടിലിൽ ഈ 3 മീറ്റർ അകലം പാലിച്ചുകൊണ്ട് ആനയെ എഴുന്നള്ളിക്കാൻ സാധിക്കില്ല. ആ ഒരു സാഹചര്യത്തിലാണ് 2 വരിയായിട്ട്, അതായത് ആദ്യത്തെ വരിയിൽ 9 ആനകളെയും രണ്ടാമത്തെ വരിയിൽ 6 ആനകളെയും അണിനിരത്തിക്കൊണ്ടുള്ള ഒരു 2 വരിയായിട്ട് നിർത്തി ആ എഴുന്നള്ളത്ത് നടത്തിയത്. പക്ഷെ അതിൽ തന്നെ നൂറ്റാണ്ടുകളായിട്ടുള്ള അനുഷ്ഠാനം അത് മാറ്റപ്പെട്ടു എന്നുള്ള ഒരു ആക്ഷേപം കൂടി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനി 8 ദിവസമാണ് പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ ഉത്സവം കൊണ്ടാടുന്നത്. ആ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ 15 ആന പുറത്ത് എഴുന്നള്ളിപ്പ് ഉണ്ടാകുകയും ചെയ്യും. പക്ഷേ ഈ ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ നൂറ്റാണ്ടുകളായിട്ട് അനുഷ്ഠിച്ചു പോരുന്ന ആ ആചാരങ്ങൾ അതിൽ മാറ്റം വരികയാണ്. ഇക്കാര്യത്തിൽ ഭക്തരുടെ ഇടയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം കൂടി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വിനോദ്, എറണാകുളം പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലാണ് വൃശ്ചിക ഉത്സവത്തിൻ്റെ ഭാഗമായി ആചാരാനുഷ്ഠാനങ്ങളിൽ വലിയ മാറ്റം വരുത്തുന്നത്. ഇതിൽ ഭക്തരുടെ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. ആന എഴുന്നള്ളിപ്പിലാണ് ആനകളുടെ എണ്ണം കുറച്ചത് ഭക്തരുടെ പ്രതിഷേധത്തിന് കാരണമാകുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.